നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നന്ദു നവീനും കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നന്ദുവിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടപ്പോ നവീൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഒരു ആലോചന? ഒന്നുമില്ല നവീനേട്ടാ. ആ അല്ല, എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഞാൻ അനിയെ കോടതിയിൽ രക്ഷപ്പെടുത്തുമെന്നുള്ള കാര്യത്തില്. അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ട് പറയിച്ച അവൻ റെക്കമെൻഡ് ചെയ്യിച്ചെന്ന് ചോദിച്ചു. അത് ശരിയാ, പക്ഷെ നവീനേട്ടന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കോടതിയില്. അതൊക്കെ ശരിയാ, എന്നിട്ടും അവന് സ്വന്തം കൂട്ടുകാരൻ്റെ ഒരു വിശ്വാസമില്ലല്ലോ എനിക്ക്. അത് പിന്നെ അവൻ അങ്ങനെയൊന്നുമല്ല, അവൻ അങ്ങനെ ആത്മാർത്ഥം കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ നന്ദൂര് എനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ എന്നേ പറഞ്ഞ. എന്നിട്ട് നന്ദുവിനോട് ഒരു വാക്ക് പറഞ്ഞു അവന് ഇല്ലല്ലോ. അല്ല, അതിന് കാരണം എന്താണെന്ന് നന്ദു അവനോട് അന്വേഷിച്ചില്ലേ? ഇല്ല നവീനേട്ടാ, ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എന്താന്നറിയില്ല, അവൻ പറഞ്ഞൊന്നുമില്ല. അപ്പോഴേക്കും പെട്ടെന്ന് നന്ദു ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല അതിന് നവീനന്റെ വീട്ടില് എന്നെ ഇഷ്ടമാണോ? വീട്ടുകാരുടെ സംസാരിച്ചോ? അമ്മ ഇതുവരെ സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല. സാരമില്ല, അമ്മയെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചെടുത്തോളാം. അതിനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. അതൊന്നും ഓർത്തിട്ട് നന്ദു വിഷമിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നവീൻ മനസ്സിൽ പറഞ്ഞു, നന്ദു ഇപ്പൊ നീ ശരിക്കും ഒരു ഉരുവാന്ന് എനിക്കറിയാം. ആയിക്കോട്ടെ, ഇങ്ങനെ അങ്ങോട്ട് ഉരുകട്ടെ. പെട്ടെന്ന് എന്താണെങ്കിലും നിന്റെ മനസ്സിൽ അനിയുള്ളെന്നുള്ള കാര്യം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കരുത്. കുറച്ചു നാൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അല്ല അത് പിന്നെ നവീനേട്ടാ, ഇനിയിപ്പം നവീനേട്ടന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ? അതാണോ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്നേ. അല്ല, നമുക്കൊരു പെൺകുട്ടിയെ ആലോചിക്കണ്ടേന്ന് ചോദിച്ചു. പെൺകുട്ടിയോ? എന്തിനാ? ആഹാ, ഇതാപ്പൊ നന്നായത്. അനിയുടെ ഡിവോഴ്സും കാര്യങ്ങളും നടന്നില്ലേ, അവന് വേറൊരു വിവാഹം ആലോചിക്കണ്ടേന്ന് ചോദിച്ചു. നന്ദനും മുഖം ആകെപ്പാടെ വിളറി വെളുത്തു. പെട്ടെന്ന് തന്നെ നന്ദു പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല നവീനേട്ടാ, അതൊക്കെ അനിയുടെ വീട്ടുകാരെ നോക്കിക്കോളൂ. ഓ ശരി, എന്നാലും നന്ദുവിനെ എങ്ങനെയല്ലോ ഇറക്കി പോയാൽ മതിയെന്നുള്ളൂ. ദൈവമേ, നവീനേട്ടന് തന്റെ അനിയുടെ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നവീനേട്ടൻ താങ്ങാൻ പറ്റുമോ? താൻ ഇങ്ങനെ നവീനേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. നന്ദു ഇരുന്ന് ആകെപ്പാടിയിരുന്ന് ഉരുവാണ്. നവീൻ ചോദിച്ചു, എന്തായാലും ആലോചന? ഒന്നുമില്ലാന്ന് പറഞ്ഞു. എനിക്കെന്തായാലും സന്തോഷം കേട്ടോ നന്ദു. കാരണം കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയോടൊപ്പം യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. ആ ഒരു ത്രില്ലില്ല ഞാനെന്ന് പറഞ്ഞു. നന്ദു ഒന്നും മിണ്ടാതിരിക്കുവോ? ഒന്നും പറയാൻ പോലും നന്ദുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കണം. അവരുടെ ഉള്ളില് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യുക, ഇതാകും ഒന്ന് വിളിച്ചു നോക്കിയേ, അനിയൊന്ന് വിളിച്ചു നോക്ക. ചിലപ്പോ കോടതിയിലെ വാദങ്ങളൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും. കേസിന്റെ വിധി എന്തായെന്ന് അറിയത്തില്ലോ. വസുന്ധരെ, നീ കുറച്ചു സമയം കൂടെ കാത്തിരിക്കുക. എന്താണെങ്കിലും അനി ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അപ്പോഴേ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേവേനിയുടെ വരവ്. ദേവേനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, എങ്ങനെയായെന്ന് അറിയത്തില്ല മോളെ, കോടതിയില് അറിയായിരിക്കും. നവീനല്ലേ വാദിക്കുന്നേ, ഉറപ്പായിട്ടും അനിക്കൊന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നവീനെ പോലും ഇപ്പൊ അവന് വിശ്വാസമില്ലല്ലോ. അത് പിന്നെ നവീന് നന്ദുവിന് ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ, അവര് തമ്മിലുള്ള വിവാഹം നടക്കുമെന്നൊരു പേടി അനിയുടെ മനസ്സിൽ കാണും. മുത്തശ്ശി പറഞ്ഞു, നവീൻ നല്ല പയ്യനാണ്, പലപ്പോഴും നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ആലോചന വന്നു കഴിയുമ്പോൾ അനിക്കാണെങ്കിലും എതിർത്ത് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്കാണേലും പോലും എതിർത്ത് പറയാൻ പറ്റില്ല. നന്ദു നവീനും കൂടെ ഒന്നാവട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അനി വരുന്നേ. അവൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചാടി എഴുന്നേറ്റു. അങ്ങനെ അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ആദർശം നയനെ അങ്ങോട്ട് വന്നു. അവന്റെ മുഖത്ത് വലിയ സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശൻ പെട്ടെന്ന് ചോദിച്ചു, എന്താടാ മോനെ കേസും കാര്യങ്ങളൊക്കെ? അങ്ങനെ ആ തലവേദന അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, നീയാണല്ലോ പറഞ്ഞേ നവീൻ ചതിക്കും, അവൻ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി തരില്ല എന്നൊക്കെ. ഞാനും അങ്ങനെ കരുതിയത്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നയന പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴും അവൻ നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചിട്ടോടെ അല്ലേ. അവനെ യഥാർത്ഥ കൂട്ടുകാരനാ, അവൻ അങ്ങനെയൊന്നും ചതിക്കില്ല. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, എന്നിട്ട് എന്താടാ മോനെ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തേ? അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് നയനോട് പറഞ്ഞു, നയനടുത്തി ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ അനിയുടെ പിന്നാലെ നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, എനിക്ക് തോന്നുന്നുണ്ടല്ലോ മിക്കവാറും നവീൻ പറഞ്ഞു കാണും നന്ദുവിന്റെ നവീനെയും കൂടെ വിവാഹം അനിയും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണോന്ന്. ചിലപ്പോ അതൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരിക്കും. അതായിരിക്കും അവന്റെ വിഷമത്തിന്റെ കാരണം. മുത്തശ്ശി പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് കിട്ടിയതിൻ്റെത് ഒരു സന്തോഷം അവന്റെ മുഖത്ത് കാണുന്നില്ലോ. എന്തോ ഒരു പ്രശ്നമുള്ള പോലെയാ എനിക്കും തോന്നണത്. അങ്ങനെ
നയനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അനി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല, നന്ദുവിനെ വിവാഹം കഴിക്കണോന്ന് പറഞ്ഞുകൊണ്ട് നവീൻ പിന്നാലെ നടക്കുമല്ലേ, എനിക്ക് നവീന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല നയനെടുത്തി. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നവീൻ നിന്നെ രക്ഷിക്കുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. നീ നന്ദുവിനെ വെച്ച് പോലും റെക്കമെൻഡ് ചെയ്യിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിനെ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ വിഷമിക്കണ്ട. അല്ല, നയനെടുത്തി ആദർശേട്ടനും എന്നോടൊപ്പം നിൽക്കും എന്ത് സംഭവിച്ചാലും. അതെ, ഞങ്ങൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നിന്നോടൊപ്പമല്ലേ നിൽക്കത്തുള്ളൂ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അപ്പോഴേക്കും അനി പറഞ്ഞു, കോടതി വെച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവൻ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ച് അവനെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് അതെ, നന്ദുവിന്റെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ. നീ ഇപ്പൊ നന്ദുവിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ ടെൻഷൻ ആയിരിക്കും. ഒരിടത്ത് നവീന്, ഒരിടത്ത് നീയ. ഈ പറയുന്ന നവീന് എത്രയോ വട്ടമാണ് ഈ കുടുംബത്തെ തന്നെ രക്ഷിച്ചിട്ടുള്ളത്. അതിനേക്കാളുപരി നിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ നവീനെ കാണാൻ തുടങ്ങിയതാ നന്ദു. മുമ്പ് തൊട്ടേ പരിചയം ഉണ്ട് താനും. നല്ല സ്വഭാവമാണെന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നവീനെ തള്ളിക്കളയാനും വേണ്ടെന്ന് പറയാനും പോലും അവൾക്ക് പറ്റത്തുമില്ല. പിന്നെ അവളുടെ മനസ്സിൽ നീയാ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. നവീൻ പറഞ്ഞു, ഏട്ടത്തി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് നന്ദുവിനെ കൈവിട്ടു പോകാൻ പറ്റില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് എന്നെ കാണാം. നവീൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അല്ല, നന്ദു പലവട്ടം എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാനൊന്നും അംഗീകരിക്കാതിരുന്നേ. നവീനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ. ഇനിയിപ്പൊ നീ അതൊന്നും ഓർത്ത് തലവയ്ക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം, നന്ദു ബോൾഡാന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും ധിക്കരിക്കും തോന്നില്ല. കാരണം ഞങ്ങളും മക്കൾ അങ്ങനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ധിക്കരിക്കാണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നന്ദു അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എതിരഭിപ്രായം പറയത്തുമില്ല. ആ ഒരു കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട് താനും. ഇനിയിപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം, നവീൻ കാര്യങ്ങളൊക്കെ അറിയട്ടെ. അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ തീരുമാനം എന്താന്ന് നോക്കട്ടെ. നീ അതുവരെ സമാധാനമായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അനിയെ സമാധാനിപ്പിച്ചിട്ട് നയനെ അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് അനാമികയും വേണും കൂടെ ചെല്ലുവാണ്. രേവതി കാത്തിരിക്കുമായിരുന്നു. എന്തായി വേണോട്ടാ കാര്യങ്ങൾ കോടതിയിലോ? ഡിവോഴ്സ് കിട്ടി. ഡിവോഴ്സ് കിട്ടിയോ? പിന്നെ 3 കോടിക്ക് വരെ 5 കോടി നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറഞ്ഞു. 5 കോടിയോ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. രേവതി കിടന്ന് തുള്ളിച്ചാടുവാണ്. അപ്പോഴേക്കും അത് കണ്ടു കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, നീ തുള്ളിച്ചാടിക്കോ, 5 കോടി കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടാ മതി. സ്വപ്നം കണ്ടാ മതിയെന്നോ? അപ്പൊ പണം കിട്ടിയില്ലേ? അനാമി പറഞ്ഞു, ഒരു 5 രൂപ പോലും നഷ്ടപരിഹാരമായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞു മുറിയിലേക്ക് പോയി കഥ അടച്ചു. എന്തൊക്കെ വേണോട്ടെ കേൾക്കണേ. എടി, ആ നവീൻ വക്കീലുണ്ടല്ലോ, വീണ്ടും കോടതി പൊളിച്ചടുക്കി. ഒരു 5 രൂപ പോലും നഷ്ടപരിഹാരം തരാതെ അയാളങ്ങോട്ട് ഡിവോഴ്സ് വാങ്ങി കൊടുത്തെന്ന് പറഞ്ഞു. സത്യമാണോ? പിന്നെ അല്ലാതെ. ഒരുത്തനുണ്ടായിരുന്നല്ലോ, കുളിക്കുകയോ നനയ്ക്കുകയോ ഇല്ലാത്ത ഒരുത്തന്, ഇവളുടെ പിന്നാലെ നടക്കുന്നവൻ, UK പോണെന്നും പറഞ്ഞിരിക്കുന്നവൻ, അവൻ വരെ കോടതി വന്ന് മൊഴി കൊടുത്തു. അല്ല, അപ്പൊ നമ്മുടെ മോളെ UK പിന്നെ ഇനി അത് സ്വപ്നങ്ങൾ മാത്രം. UK പോവും അവൻ ഒറ്റയ്ക്ക്, ഇവള് പോകത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കടക്കാർക്ക് പണം കൊടുക്കണമല്ലോ, അവരോടൊക്കെ നമ്മൾ എന്ത് മറുപടി പറയും? ഇനി ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്ത്? രായ്ക്ക് രാമായണം ഇവിടുന്ന് മുങ്ങുക. എങ്ങോട്ട്? ഏതെങ്കിലും അറിയപ്പെടുത്ത നമ്മളെ അറിയാത്ത ഒരു നാട്ടിലേക്ക് പോവുക. ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റുപെറുക്കി അവിടെ പോയി ഒരു വലിയ വീടും വാടകയ്ക്ക് എടുത്ത് കോടീശ്വരന്മാരാന്നും പറഞ്ഞ് താമസിക്കുക. അല്ല വേണുവേട്ടാ, എത്ര കാലം? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇങ്ങനെ വഞ്ചിച്ചും പറ്റിച്ചു ഒടിച്ചൊക്കെ എത്ര കാലം കഴിയാൻ നോക്കാം? പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ആത്മഹത്യ ചെയ്യുക. ഞാൻ നോക്കിയിട്ട് ഈ ഭാഷ്യം വൈരാഗ്യം ഒന്നും കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു 10 ലക്ഷം രൂപയെങ്കിലും കിട്ടി, അത്ര ആയാലും നേരിട്ട് ഇന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ കോടികൾ ചോദിക്കാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനിയിപ്പൊ അണ്ടപുരിയിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊല്ലത്തുള്ളവര്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എല്ലാം കൈവിട്ടു പോയി. അപ്പോഴേക്കും രേവതി നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. ദൈവമേ, കടക്കാരിനി വന്നു കഴിയുമ്പോ, എടി നീ പേടിക്കണ്ട, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്, അതിലേതെങ്കിലും ഒന്ന് ചെയ്യാം, അതേ നിവൃത്തിയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജലജ വീട്ടിലേക്ക് വന്നു. ജലജ പുറത്തു പോയിരിക്കുമായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് അവന്തിയോട് പറഞ്ഞു, മോളെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? എനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂമേ? എന്ത് ചെയ്യാൻ പറ്റൂന്ന? മോളെ, നീയും അവനും തമ്മിലുള്ള വിവാഹം നടക്കണ്ടേ? അതിന് അനിയേട്ടനൊന്നും പറഞ്ഞിട്ടില്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനോടും അമ്മയോടും പോയി സംസാരിക്കുക, നീ വരാൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയുടെ അരിയിലേക്ക് അവന്തിയെയും കൂടി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ജലജ പറഞ്ഞു, അച്ഛാ, അനിയ ഡിവോഴ്സ് കഴിഞ്ഞില്ലേ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവന്തികമായിട്ടുള്ള വിവാഹം നടത്തണം. മുത്തശ്ശി പറഞ്ഞു, അതെ,
അങ്ങനെ അങ്ങ് നടത്താൻ പറ്റുന്ന കാര്യമാണോ? ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അനിയും കൂടെ സമ്മതിക്കണ്ടേ? അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീയും കേട്ടല്ലേ. അപ്പൊ അനി പറയുന്നതിനാണോ പ്രാധാന്യം? നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ അച്ഛാ, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില്. അപ്പോഴേക്കും അവന്തേക്ക് പറഞ്ഞു, അല്ല മുത്തശ്ശനും മുത്തശ്ശിയും വാക്ക് തന്നല്ലേ അനിയന്റെ എന്റെയും കൂടെ വിവാഹം നടത്താന്ന്. മോളെ, അതൊക്കെ വാക്ക് തന്നു തന്നെയാ. പക്ഷേങ്കിൽ അവൻ സമ്മതിക്കണ്ടേ? അവന്റെ മനസ്സില് വേറൊരു പെൺകുട്ടിയാന്നുള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അനിയും നന്ദുവും അല്ല, നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവല്ലേ. ആ ഒരു സാഹചര്യത്തില് അനി അനാമയും തമ്മിൽ ഡിവോഴ്സ് കഴിയുകയും ചെയ്തു. എങ്കിൽ പിന്നെ അവന്തിയായിട്ടുള്ള വിവാഹം നടത്തിക്കൂടെ? അതെ, ഇപ്പോഴെന്താണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം ഒന്നും പറയാൻ പറ്റില്ല. അവന്റെ മനസ്സെന്താന്ന് അറിയട്ടെ. അവന്റെ ഒരു ജീവിതം തല്ലി തകർന്നുപോയി. ഇനിയിപ്പൊ അടുത്ത ജീവിതം കൂടെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തായി തീരും? അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അവനെന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഒട്ടും സഹിച്ചില്ല ജലജയ്ക്കത്. ജലജ അവന്റെയും കൂട്ടി നേരെ നയനയുടെ അടുത്തേക്കുന്നു. എടി, നിന്റെ അനുജത്തി ആ നന്ദു എന്ന് പറയുന്ന ആള് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുവല്ലേ? അതെങ്ങനെയാ? വലിയ കാശുള്ള കുടുംബത്തിലേക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ അനുജത്തിമാരെ നിന്റെ ചേച്ചിനെ ഒക്കെ വിടണമെന്നായിരുന്നല്ലോ ആഗ്രഹം. ആഗ്രഹം പോലെ നടക്കുമല്ലേ എടി? എടി അപ്പച്ചി, അനാവശ്യം പറയരുത്. എടി, അനാവശ്യമാണോ പറയണത്? ആ നന്ദു എന്ന് പറയുന്നവളെയും കൂടെ ഇങ്ങോട്ടേക്ക് വിടാനായിരിക്കും നിന്റെ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എല്ലാരും സൽക്കരിക്കുന്നേ. ആരെ സൽക്കരിച്ചെന്ന്? നായന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ദേ അപ്പച്ചി, അനാവശ്യം പറയരുത്. അനി ആയിട്ടുള്ള ബന്ധത്തെ എന്റെ വീട്ടുകാരെ എതിർക്കുകയോ ചെയ്തേ? ഓ, പിന്നെ എതിർത്തു പോലും. എന്നിട്ടാണോടി നന്ദുവിനെ മാത്രം വിവാഹം കഴിക്കോളെന്നും പറഞ്ഞ് അവൻ നിൽക്കുന്നേ? അതിപ്പം ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ലോ അപ്പച്ചി. അപ്പച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, ആ നവീന്റെ നന്ദുവിന്റെ ഞങ്ങളുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ല ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കും അവന്തേക്കും ഒന്നായി ചെയ്യുകയും ചെയ്യാം. അപ്പച്ചി, ആ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരെടുക്കേണ്ട തീരുമാനങ്ങളോ. ഓ, പിന്നെ നിനക്ക് എന്തായിരിക്കും? അതെ, ഞാൻ എന്റെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നീ പറഞ്ഞത് എന്ത് വന്നാലും അനിയോടൊപ്പം നിൽക്കൂന്നല്ലേ? അതെ, അത് തന്നെയാ. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തൊക്കെ വന്നാലും ഞാൻ അനിയോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. അവൻ എനിക്ക് അനുജന. അവന്റെ വാക്കുകൾക്കായിരിക്കും ഞാൻ ഇനി വില കൂടുതൽ കൊടുക്കുന്നത്. കാരണം ഇനി ഒരു ജീവിതം കൂടെ തകർക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല അവന്റെ. ഓ, എനിക്കറിയാടി നീ അല്ലെങ്കിലും അങ്ങനെ നിൽക്കുവോളെന്ന്. നിന്റെ അനുജത്തി എന്ന് പറയുന്നോളെ ആ ഒരുമ്പെട്ടോള് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ലെങ്കിൽ മുമ്പ് മുതൽ നീ അവർക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തോണ്ടിരുന്ന. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാടി നീ അവൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നിൽക്കുവോളെന്നുള്ള കാര്യം. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. കാണിച്ചു തരാടി നിന്നെ. പിന്നെ അപ്പച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പച്ചി കൂടുതലൊന്നും ആളാവണ്ട. എടി, നിനക്ക് എന്റെ ഒരു മുഖം മാത്രം അറിയത്തുള്ളൂ, മറ്റൊരു മുഖം അറിയത്തില്ല. അറിയാം, എനിക്ക് അപ്പച്ചിയുടെ എല്ലാ മുഖങ്ങളും അറിയാന്ന് പറഞ്ഞു. അപ്പച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് ജലജ ഒന്ന് ഞെട്ടി. അവധിക ഞെട്ടലോട് കൂടിയിട്ട് ജലജയെ നോക്കണം. നിനക്ക് എന്തറിയാന്ന്? നിനക്ക് എന്തറിയാന്ന് നീ പറയണേ? എന്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നേ. അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി ഞാൻ പറഞ്ഞു, 2 മക്കള്? അപ്പച്ചിക്ക് 2 3 മക്കളെന്ന് ചോദിച്ചു. ഒരു നിമിഷം ജലജ അന്താളിപ്പോടെ നോക്കി. അത് കേട്ടോണ്ട് അവന്തേക്കും പോലും മനസ്സിലായില്ല 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അതിന്റെ കഥകളെ കാണാൻ പോകുന്നേ. എന്താ ഏതാന്നും അറിയത്തില്ല. എന്നാ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ജലജയ്ക്ക് 3 മക്കള് എന്താണെന്നറിയില്ല. ഇനിയിപ്പോ വേറെ കല്യാണം കഴിഞ്ഞായിരുന്നോ, അതിനകത്ത് കുട്ടിയുണ്ടായിരുന്നോ, അതൊന്നും അറിയില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.